ഹായ്, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 34 ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ്റെ അണ്ടറിൽ വരുന്ന പോർഷൻ്റെ ഏരിയ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. ആൻഡ് എവിടെ മുതൽ എവിടെ വരെയാണോ ഏരിയ വേണ്ടത് നമ്മൾ അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയിട്ട് ചെയ്യും. അതായിരുന്നു നമ്മുടെ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്ന അവിടെ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ്. ബേസിക്കലി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നത്. അതല്ലേ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് പഠിക്കുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ്, അതായത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ്റെ ഏരിയ നിങ്ങൾക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ലാബിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാനുവലിൽ ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ എക്സാമിന് വരുന്ന രീതിയിൽ എങ്ങനെയാണ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ള രീതി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ രണ്ട് സംഭവങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. Using the instruction given below, construct a GeoGebra applet. Draw the graph of the function f of x equal to 2x square plus 1. Using the input command a equal to integral f minus 2 1, find the area bounded between the curves y equal to f of x, x-axis, x equal to minus 2, x equal to 1. അപ്പോൾ ഞാൻ ആദ്യം 2x square plus 1 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ആ കേവ് ഒന്ന് വരയ്ക്കാം. ഇതാ നോക്കേ, 2x square plus 1 ആണ്. 2 ഇൻപുട്ട് കൊടുക്കുക, 2x square പ്ലസ് 1. ഇതാണ് ആക്ച്വലി എന്ത് നിങ്ങളുടെ ഫംഗ്ഷൻ വരുന്നത്. കറക്റ്റ് അല്ലേ ഫംഗ്ഷൻ എന്നൊക്കെ നോക്കണം കേട്ടോ. 2x square plus 1. അപ്പോൾ നമുക്ക് വേണ്ടത് സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്, കൺട്രോൾ എം അടിച്ചാൽ മതി. നമുക്ക് വേണ്ടത് ഈ കമാൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് സംഭവം ഈ കമാൻഡ് എന്ന് പറഞ്ഞാൽ -2 മുതൽ, ഈ കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ -2 മുതൽ 1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്. അതായത് ഇങ്ങനെയാണ് ബേസിക്കലി ഇത് വരുന്നത്. നമ്മൾ സാധാരണ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്തൂലേ, -2 to 1. നിങ്ങളുടെ എഫ് എന്താ, എഫ് 2x square plus 1 അല്ലേ. അപ്പോൾ ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇതാണ് ആ കമാൻഡ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ 2x square plus 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അണ്ടറിൽ -2 മുതൽ 1 വരെയുള്ള ഏരിയ ആയിരിക്കും. ഓക്കെ, അതാണ് ചോദ്യത്തിൽ പറഞ്ഞത്. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y equal to f of x, x-axis between -2 to 1. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ അതാ നമ്മൾ -2 മുതൽ 1 വരെ ആയതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് -2 മുതൽ 1 വരെ കൊടുക്കാൻ പോകുന്നു. ഇൻപുട്ട് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയോ, ഇൻ്റഗ്രൽ എന്ന് അടിക്കുക. ഇൻ്റഗ്രൽ എന്ന് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ എണ്ണം കിട്ടും. അതിൽ നിങ്ങൾ മൂന്നാമത്തത് സെലക്ട് ചെയ്യുക. മൂന്നാമത്തതിൽ ഇതാ ഫംഗ്ഷൻ കാണാം, സ്റ്റാർട്ട് വാല്യൂ കാണാം, എൻ വാല്യൂ. ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. ഫംഗ്ഷൻ എഫ് തന്നെ കുഴപ്പമില്ല. അടുത്തത് സ്റ്റാർട്ട് വാല്യൂ. നിങ്ങൾ കീബോർഡിൽ ആരോസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാർട്ട് വാല്യൂവിൻ്റെ അവിടെ ഒരു ബോക്സ് വരും. അത് ബാക്ക് സ്പേസ് അടിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് വാല്യൂ അവിടെ -2 ഒന്ന് കൊടുക്കുക, -2. എന്നിട്ട് ഒന്നുകൂടി ആരോ അടിക്കുമ്പോൾ ആ എൻ വാല്യൂവിൻ്റെ ആ ഒരു ഇത് സെലക്ട് ആവും. അവിടെ ബാക്ക് സ്പേസ് അടിച്ചിട്ട് 1 കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. a equal to എന്നതിന് പേര് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളത് കൊടുത്തിട്ടില്ല, പക്ഷേ a equal to എന്ന് പറഞ്ഞാൽ തന്നെ ആൻസർ വരും. അപ്പോൾ നോക്ക്, ഇതാണ് സംഭവം. -2 മുതൽ 1 വരെ 2x square plus 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഏരിയ ആണ് ഈ a equal to 9 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ ഇവർ തന്നത്, അല്ലെങ്കിൽ എന്താ നമ്മളോട് ചോദിച്ചത്, ഈ സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ആക്ച്വലി 9. അതിൻ്റെ അർത്ഥം എന്താ, 2x square plus 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ -2 മുതൽ 1 വരെയുള്ളതാ. -2 മുതൽ 1 വരെയുള്ള ഈ ഫംഗ്ഷനും എക്സ് ആക്സിസും -2 1ഉം ഇതെല്ലാം കൂടി ബൗണ്ടറി ആയിട്ട് വരുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഇതിൻ്റെ ഏരിയ ആണ് കണ്ടെത്താൻ പറഞ്ഞത്. കണ്ടെത്തി. എത്ര ആൻസർ, 9. അത് നമ്മൾ ഈസി ആയിട്ട് ചെയ്തേ, അത് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി നിങ്ങൾക്ക് ഈ ലിമിറ്റ് മാറ്റണമെന്ന് തോന്നുക, നിങ്ങൾ ഈ പോർഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ബേസിക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൻ്റെ ഡെഫിനിഷൻ കിട്ടും. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് -2 മുതൽ വേണ്ട, സ്റ്റാർട്ടിങ് വാല്യൂ ഞാനൊരു -1 കൊടുത്തു. ആൻഡ് എൻ വാല്യൂ ഞാനൊരു 5 കൊടുത്തു, അല്ലെങ്കിൽ 3 കൊടുത്തു, 3. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഏരിയ ആയിരിക്കും കിട്ടുക. നോക്ക്, സൂം ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് ആക്സിലെ -1 മുതൽ എക്സ് ആക്സിൽ 3 വരെ ആ കേവിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, നമുക്ക് സൂം ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് മാറ്റണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് അവിടെ നിങ്ങളുടെ ബേസിക്കിൽ പോയിട്ട് ഇവിടെ ഈ വാല്യൂസ് മാറ്റിയാൽ നിങ്ങൾക്ക് ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വാല്യൂ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളോട് അടുത്തത് പറഞ്ഞത് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യം നോക്കേ, ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദി ഫംഗ്ഷൻ എഫ്. എഫിനൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് വി ക്യാൻ, ഇതുവരെ പറയുന്നുണ്ട് കേട്ടോ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് നമ്മളിപ്പം ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഒരു ഇൻപുട്ട് ബോക്സ് എഫ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫംഗ്ഷൻ മാറ്റുകയും ചെയ്യാം.
അത് നമ്മളോട് ഇവിടെ പ്രത്യേകമായിട്ട് പറയാത്തത് കൊണ്ട് വേറൊരു ഫംഗ്ഷൻ ചോദിച്ചാൽ നിങ്ങളൊരു ഇൻപുട്ട് ബോക്സ് എഫ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇൻപുട്ട് ബോക്സ് എഫ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിത് മാറ്റുക. സ്ലൈഡറിൽ പുതിയൊരു ഇൻപുട്ട് ബോക്സ് നമ്മളെടുത്തു. ഇൻപുട്ട് ബോക്സിൻ്റെ പേര് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് നമുക്ക് മാറ്റേണ്ടത് ഈ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു 2x² + 1 എന്നുള്ളത് ഞാൻ മാറ്റിയിട്ടേ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ഞാൻ x-7 എന്നാക്കി. അപ്പോൾ നോക്ക് x- വേണ്ട, ഇത് ഒരു മൈനസ് വരുന്നുണ്ട്. ആ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് എടുത്താൽ മതി. അതെന്തുകൊണ്ട് അങ്ങനെ? ഇവിടെ പേരിയെ നമ്മുടെ -1 മുതൽ 3 വരെയാണ്. -1 മുതൽ നോക്ക് -1 മുതൽ 3 വരെയാണ്. ഫ്രം -1 to 3 അതാണ് നിങ്ങളുടെ ഏരിയ കണ്ടെത്തേണ്ട റീജിയൻ. അപ്പോൾ ഏരിയ നിങ്ങൾ അവിടെ കണ്ടെത്തുന്ന സമയത്ത് -1 മുതൽ 3 വരെ ഈ കേവിൻ്റെ അണ്ടറിലേക്കുള്ള പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എക്സ് ആക്സിൻ്റെ താഴോട്ടേക്കാണ് നിങ്ങളുടെ റീജിയൻ വരുന്നതെങ്കിൽ, അതായത് വൈ വാല്യൂസ് ഇവിടെ നെഗറ്റീവ്, നമ്മളൊരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈ വാല്യൂസിനെ വലുതാക്കുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നെഗറ്റീവ് വാല്യൂസാണ്. ഇവിടെയൊക്കെ ഫംഗ്ഷന് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവുക. അപ്പോൾ ആ നെഗറ്റീവ് വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആൻസർ നെഗറ്റീവ് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് -24 ആണ് ഏരിയ വന്നതെങ്കിൽ ഈ റീജിയൻ്റെ ഏരിയ എടുക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ആ മൈനസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് 24 ആക്കിയാൽ മതി. ഇങ്ങനെ ഒരു റീജിയൻ മാത്രം വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സംഭവം ശ്രദ്ധിക്കുക, -24 ഉള്ളത് ആൻസർ അപ്പോൾ എന്താവും, വെറും 24 ആവും. ഇനി ഞാൻ x+7 എടുത്ത സമയത്ത് നോക്ക്, x+7 എടുത്ത സമയത്ത് നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഫംഗ്ഷന് ഇൻപുട്ട് ബോക്സ് വെച്ചിട്ട് മാറ്റേണ്ടത് കേട്ടോ. ഏരിയ 32 ആണ് ഇപ്പം കിട്ടുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളായുള്ള കാര്യമാണ്. സോ ഇനി എനിക്ക് പുതിയൊരു ചോദ്യമാണ് വേണ്ടതെങ്കിൽ ഞാൻ പുതിയ സ്ലൈഡ് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരാം. അതെന്തായാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് അടുത്ത കാര്യം ഉണ്ടല്ലോടാ, ചോദ്യം നോക്ക്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് y² = 2x + 5, x = 2, x = 5 ആൻഡ് x ആക്സിസ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മളിവിടെ ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ y = f(x) എന്ന് പറഞ്ഞ് മാത്രമേ എഴുതൂ. അങ്ങനെ ഒരു വിഷയമുണ്ട്. നിങ്ങൾക്ക് ആ x² + 2 അല്ലെങ്കിൽ 2x + 5 ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ കിട്ടൂല. 2x + 5ൻ്റെ ആൻസറാണ് കിട്ടുക. നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത് y = എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ y = തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2x + 5 ആണെങ്കിൽ ഈ സ്ക്വയർ അല്ലേ ഇവിടെ അധികം ഉള്ളത്, ഈ സ്ക്വയർ അങ്ങോട്ട് പോയാൽ എന്താവും അറിയോ, √2x + 5 ആവും. അപ്പോൾ ഇതാ y = √2x + 5 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ 2x + 5നെ അല്ല, √2x + 5നെ ആണെന്ന് മനസ്സിലാക്കുക. ചില ചോദ്യത്തിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നോക്ക്, √2x + 5ന് x = 2 മുതൽ x = 5 വരെ അല്ലേ. അപ്പോൾ √2x + 5 നോക്കാം നമുക്ക്. √2x + 5 ആണ് നമ്മൾ എന്താ അടിക്കേണ്ടത്, SQRT അടിച്ചാൽ മതി. SQRT ആൻഡ് √2x + 5. അപ്പോൾ അതാ √2x + 5 കിട്ടി. എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, x = 2 മുതൽ x = 5 വരെ. ഓക്കെ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ ആ ഗ്രാഫ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഞാനിനി ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട സമയത്ത് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, വീണ്ടും വാല്യൂ മറന്നുപോയി. 2 മുതൽ 5 വരെ. അപ്പോൾ 2 മുതൽ 5 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിൾ കാര്യം, ഇവിടെ ഇൻ്റഗ്രൽ നടിക്കുക, മൂന്നാമത്തത് സെലക്ട് ചെയ്യുക. നോക്കണേ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ ആ മൂന്നാമത്തത് മാത്രം മതി നമുക്ക്. ഫംഗ്ഷൻ എന്നുള്ളടുത്ത് f കൊടുക്കുക, ആൻഡ് സ്റ്റാർട്ട് വാല്യൂ എന്നുള്ളടുത്ത് -2 മുതൽ 5 വരെ ആയിരുന്നു. 2 മുതൽ 5 വരെ, ഇതിങ്ങനെ മറന്നൊന്നുണ്ടല്ലോ. അപ്പോൾ 2 മുതൽ 5 വരെ അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് വാല്യൂസ് ഉള്ളടുത്ത് 2 കൊടുക്കുക, ആൻഡ് എൻ വാല്യൂ ഉള്ളടുത്ത് 5 കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റഗ്രൽ വാല്യൂ കിട്ടും. അത് നോക്കാം, 2 മുതൽ 5 വരെ ഈ കേവിൻ്റെ അണ്ടറുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 10.36. ഈ കാണുന്ന വാല്യൂ ആട്ടോ ഏരിയ 10.36. ഇത്ര സിമ്പിളാണ്. നോക്ക്, നിങ്ങൾ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഇതൊന്നും ബുദ്ധിമുട്ടില്ല. ഇനി ഇതേ സാധനം തന്നെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് y = cos 2x. y = cos 2x, x 2 മുതൽ x 3 വരെയാണ് പറഞ്ഞത്. അപ്പം ഞാനേ ഈ സാധനം തന്നെ ഇത് ഇൻപുട്ട് ബോക്സ് വെച്ച് ഞാൻ മാറ്റുകയാണ്. ഞാൻ ഇൻപുട്ട് ബോക്സ് വെച്ച് മാറ്റാം. ഇൻപുട്ട് ബോക്സ് വെച്ചിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ ഇവിടെ ഒന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ലിങ്ക്ഡ് ഒബ്ജക്റ്റിൽ നിങ്ങൾ ആ ഫംഗ്ഷൻ ലിങ്ക് ചെയ്യുക. ആ ഫംഗ്ഷനാണല്ലോ നമ്മൾ മാറ്റുന്നത്. ആൻഡ് cos 2x അല്ലേ, അപ്പോൾ അതാ cos 2x എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ cos 2xൻ്റെ ഗ്രാഫ് വന്നു. ഇനി ചോദ്യം നോക്ക്, cos 2x ആണ് y = cos 2x. അപ്പോൾ y = എന്ന് തന്നെ പറഞ്ഞാണുള്ളത്, പ്രശ്നമല്ല. ബിറ്റ്വീൻ 2 and 3, x = 2 and 3. സാധാരണ π/2 π/3 ഒക്കെ ആണ് തരുന്നതെങ്കിൽ ഇവിടെ 2ഉം 3 തന്നത്. അപ്പോൾ എന്താണോ അവിടെ തന്നത് അത് തന്നെ കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മാറ്റുക, അത് ഇവിടെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വരും. അവിടെ നിങ്ങൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ബേസിക്കിൽ പോവുക, ഈ വാല്യൂ മാറ്റിയാൽ മതി. 2 to 3 അല്ലേ, അപ്പോൾ 2 അവിടെ നിന്നോട്ടെ, അത് മാറ്റണ്ട. ഈ 5 മാറ്റിയിട്ട് എന്താക്കിയാൽ മതി, 3 ആക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ 2 മുതൽ 3 വരെ നിങ്ങൾ ഏരിയ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് 0.24 കിട്ടുന്നത്. അപ്പോൾ ചാടി കയറി 0.24 എന്ന ആൻസർ എഴുതരുത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഷെയ്ഡ് ചെയ്ത ഭാഗം എക്സ് ആക്സിന് താഴെ വന്നാൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂസ് അതാ നോക്ക്, നിങ്ങൾ നെഗറ്റീവ് ആണെന്ന് അർത്ഥം. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നെഗറ്റീവാണ്. അതും ഇതും കൂടി ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ഈ 0.24. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ cos 2x എന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്ത ഫംഗ്ഷൻ ഇല്ലേ, ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് കണ്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ ABS എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ABS എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ cos 2x കൊടുത്തിട്ടുണ്ടെങ്കിൽ ABS cos 2x അല്ലേ, cos 2x എന്ന് പറഞ്ഞ് അടിച്ചു. അപ്പോൾ അതാ നോക്ക്, ആ മോഡിൻ്റെ ഉള്ളിലായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഫംഗ്ഷൻ. അപ്പോൾ അതാ കറക്റ്റാ. നേരത്തെ കിട്ടിയ ഏരിയ അല്ല, നേരത്തെ 0.24 ആയിട്ടാണ് കിട്ടിയത്, ഇപ്പം കിട്ടിയതാണ് കറക്റ്റ്. അതായത് താഴോട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട, ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ നമ്മുടെ മാനുവലിലുള്ളതാണ്. രണ്ടെണ്ണം കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? രണ്ടെണ്ണം കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ആ ഫംഗ്ഷൻ്റെ മോഡുലസ് ഒന്ന് കാണുക. അപ്പോൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് മാറൂലേ? ഗ്രാഫ് ഇങ്ങനെ മോഡുലസിൻ്റെ ഷേപ്പിൽ, അതായത് പോസിറ്റീവ് വാല്യൂ വരുന്ന രീതിയിലെ ഗ്രാഫ് വരും. അപ്പോൾ നിങ്ങൾ ഈ കിട്ടുന്ന ഏരിയ എന്താണോ അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 0.48 ആണ് ഇതിൻ്റെ ഏരിയ വരിക. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെ ഏരിയ നേരത്തെ കിട്ടിയതുപോലെ അല്ലാതെ, നേരത്തെ കിട്ടിയ സമയത്ത് 0.24 ആണ്. അപ്പോൾ എക്സ് ആക്സിൻ്റെ താഴെ ഏരിയ വന്നു, എക്സ് ആക്സിൻ്റെ മുകളിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തായാലും അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക. അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ, ആ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ കിട്ടുന്നത് ആ ഒരു റീജിയൻ, ആ ഷെയ്ഡ് ചെയ്തതിൻ്റെ അപ്പോൾ വാല്യൂ വരുന്നത് എത്രയാണോ അതാണ് ഏരിയ. അങ്ങനെ തന്നെ ചെയ്യട്ടോ. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇനി അടുത്ത് നോക്കും, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y = 3x² - 2, x = -1 മുതൽ x = 4 വരെയാണ്. -1 മുതൽ 4 വരെ 3x² - 2. അപ്പോൾ ഇത് നമുക്ക് അതേപോലെ ഇവിടെ തന്നെ വെച്ച് ചെയ്ത് നോക്കാം. 3x² - 2 -1 മുതൽ 4 വരെ. 3x² - 2 ആണ്. 3x² - 2. ഓക്കെ, 3x² - 2 ആൻഡ് -1 മുതൽ 4 വരെയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റി കൊടുക്കാം, -1 മുതൽ 4 വരെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പിച്ചോ, നമ്മളിപ്പം ചെയ്തതുപോലെ തന്നെ വരും. -1 മുതൽ 4 വരെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ -1 മുതൽ 4 വരെ ആക്കുക, അതല്ലേ ഉള്ളൂ. ഡെഫിനിറ്റ്ലി ഇൻ്റഗ്രൽ വാല്യൂ മാറ്റി കൊടുത്താൽ മതി, അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ A = 55 എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതല്ല ആൻസർ. അതെന്തുകൊണ്ട് അതല്ല എന്ന് പറയാൻ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എക്സ് ആക്സിൻ്റെ മുകളിലും എക്സ് ആക്സിൻ്റെ താഴെയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂസ് എന്തായാലും നെഗറ്റീവാണ്. അപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ടാണ് ഈ 55 കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് എന്തെടുക്കണം? ഈ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രം, ഇവിടെ പോയിട്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 3x² - 2 ആണ്. അപ്പോൾ ABS വേണേൽ ഒന്നുകൂടിയും കൊടുത്തോളാണ്ടി കേട്ടോ, പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടിയും കൊടുത്തോളാണ്ടി. 3x² - 2 എന്ന് പറഞ്ഞിട്ടാൽ മതി. ഇപ്പം നോക്കുക, ഇപ്പോൾ ഈ പോർഷനില്ലേ, അതായത് നെഗറ്റീവ് എക്സ് ആക്സിലേക്ക് വന്ന ഈ ഒരു ഭാഗം, ഇതേ ഭാഗം മാത്രം ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇവിടെ താഴെ കിട്ടിയ ഏരിയ എത്ര തന്നെ ആയിരുന്നോ അത് തന്നെയാണ് കിട്ടുക. അതൊന്ന് ഇങ്ങനെ ഒന്ന് മാറും, അത്രയുള്ള മോഡുലസ് വരുന്ന സമയത്ത്. നെഗറ്റീവ് കിട്ടിയതൊക്കെ പോസിറ്റീവ് വാല്യൂ ആവുന്നേ ഉള്ളൂ. ഇപ്പം കിട്ടുന്ന ഈ എയുടെ വാല്യൂ നോക്ക്, 59.35. ഇതാണ് ഈ പോർഷൻ്റെ ഏരിയ. അപ്പോൾ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിലെ ഫൈൻഡ് ഏരിയ എന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ ചാടിക്കയറി ആദ്യത്തേതാണോ എഴുതേണ്ടത്? അല്ല, അത് മാത്രമാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളത് താഴെയും മുകളിലും ആയിട്ടാണ് ഷെയ്ഡ് ചെയ്ത പോർഷൻ വരുന്നതെങ്കിൽ നിങ്ങൾ ആ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻ്റെ ഏരിയ, അതായത് നിങ്ങൾ ഷെയ്ഡ് ചെയ്ത റീജിയൻ മൊത്തം ഗ്രാഫ് എക്സ് ആക്സിൻ്റെ മുകളിലാവും. പോസിറ്റീവ് വാല്യൂ ഓഫ് y തന്നെ ആയിരിക്കും അവിടെ കിട്ടുക. അപ്പോൾ ഉള്ള വാല്യൂ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. സിമ്പിൾ. ഇനി നോക്ക്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി എലിപ്സ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൽ ഉണ്ടാകുന്ന സാധാരണ രീതിയിലുള്ള ചോദ്യം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് y = എന്ന് പറഞ്ഞ് എഴുതണം. y = എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് വരിക എന്നറിയോ? 1 - x² / 6 ഇങ്ങനെ വരിക. 1 - x² / 16 വിച്ച് ഈസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് പോകും, x² / 36 എന്ന് വരും. അപ്പോൾ നമ്മൾ ഇത് 36നെ ബൈ ഉള്ളത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ ഇതായിരിക്കും ആക്ച്വലി എന്ത് വരിക, നിങ്ങളുടെ
സോറി, ഇങ്ങനെയല്ല വരുന്നത്, മാറി. x²/36 അല്ലല്ലോ, 16 അല്ലല്ലോ, 36 അല്ലേ. അപ്പം ഇത് മാത്രമേ മാറൂ. അതായത് നമ്മൾ സാധാ ഇതിൽ ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ, ചാപ്റ്ററിൽ ചെയ്യുന്നത് പോലെ തന്നെ x²/36 അങ്ങോട്ട് പോകുമ്പോൾ 1 - x²/36 എന്നാകും. ആൻഡ് ഈ /16 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 16 ആവും. അതാണ് y² വരിക. അപ്പോൾ y = എടുക്കുന്ന സമയത്ത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അതാ ഇങ്ങനെ വരും, 36 - x²/36 വരും, /36 വരും. ഓക്കെ. ആൻഡ് അടുത്തത് പിന്നെ ഇവിടെ മുകളിൽ ഒരു 16 വരും അല്ലേ. നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്തെ സ്ക്വയർ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ റൂട്ട് അങ്ങ് എടുത്താളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആ ആൻസറിലേക്ക് ഫൈനലി എത്തുക. 16ൻ്റെ റൂട്ട് ഇത് പിന്നെ നമ്മൾ അടിപൊളിയാക്കി എഴുതുമ്പോൾ ഇങ്ങനെ ആട്ടോ ഉണ്ടാവുക. 16ൻ്റെ റൂട്ട് 4 ആൻഡ് 36ൻ്റെ റൂട്ട് 6 √36 - x² എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ആ കേവ്. റെഡി, ഇതാണ് ആ കേവ്. അപ്പം നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതുപോലെ തന്നെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇത് ആദ്യം ഒന്ന് സ്കെച്ച് ചെയ്യാം. ഇത് എലിപ്സാണ് അല്ലേ. ഈ എലിപ്സ് ഒന്ന് സ്കെച്ച് ചെയ്യാം. 4/6 √36 - x² എന്ന് പറയുന്ന എലിപ്സ് ഒന്ന് സ്കെച്ച് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതാ നോക്ക്, ഞാനൊരു ന്യൂ എടുക്കുന്നുണ്ട്. 4/6 SQRT റൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് 36 - x² ആണ്. അപ്പോൾ അതാ 36 - x². ഓക്കെ, ഇപ്പോൾ കറക്റ്റ്. ഇങ്ങനെയാണ് നിങ്ങളുടെ എലിപ്സ് വരേണ്ടത്. റെഡി. അപ്പോൾ എലിപ്സിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടുന്ന് ഇതേപോലെ താഴോട്ടേക്കും വരില്ലേ, ഇതേപോലെ താഴോട്ടേക്കും വരും. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഉണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ താഴോട്ടേക്കും വരും, മുറിച്ച് വരും. നമുക്ക് ആ എലിപ്സ് വരുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ എലിപ്സ് ഇവിടുത്തെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇവിടെ നിങ്ങൾക്ക് പകുതി പോർഷൻ മാത്രമേ കിട്ടും. അപ്പോൾ പകുതി പോർഷൻ മാത്രം കിട്ടിയിട്ട് കാര്യമല്ല, നിങ്ങൾക്കിത് ഫുള്ള് വേണം. നിങ്ങൾ അവിടെ പഠിച്ചത് ഒന്നെങ്കിൽ 0 മുതൽ 6 വരെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, -6 മുതൽ 6 വരെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റർ അടിക്കുമ്പോൾ നിങ്ങളുടെ ഫംഗ്ഷൻ ഇവിടെ കാണാം. എന്നിട്ട് ഇൻ്റഗ്രൽ ആര് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നറിയോ? ആ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എവിടെ മുതൽ എവിടെ വരെയാ നോക്ക്, -6 മുതൽ x ആക്സിലെ -6 മുതൽ എഫിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എവിടെ മുതൽ x ആക്സിസിലെ -6 മുതൽ എവിടെ വരെ x ആക്സിലെ 6 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 37.7 കിട്ടുന്നത്. പക്ഷെ ഇതല്ല ആൻസർ, ഇതല്ല ആൻസർ. അതെന്തുകൊണ്ടാണ് സാർ അതല്ലാത്തത്? എടാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫസ്റ്റ് 2 ക്വാഡ്രൻ്റ് ഉള്ളത് മാത്രമേ കിട്ടിയത്. ഇതേപോലെ താഴോട്ടേക്ക് സെയിം ആയിട്ട് ഒരു പീസ് കൂടി കിട്ടും. അല്ല നിങ്ങൾ 0 മുതൽ 6 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ -6 മുതൽ 6 വരെ ആ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതാ നിങ്ങൾ നോക്ക്, ഇപ്പോൾ എ കിട്ടിയില്ലേ. അപ്പോൾ നിങ്ങൾ ഏരിയ, ടോട്ടൽ ഏരിയ കാണണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെ എഴുതാം. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞൊന്നും വേണ്ട, നമുക്ക് വേറൊരു വാല്യൂ ആയിട്ട് വേണമെങ്കിൽ ഒരു ക്യാപിറ്റൽ എ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. A = 2a എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. 2 സ്മോൾ ലെറ്റർ a. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2a വാല്യൂ കിട്ടും. ഇതായിരിക്കും അപ്പോൾ കറക്റ്റ് ആൻസർ വരിക, 75.4. ഈ 75.4 ഇത് ഞാൻ വെറുതെ കൊടുത്തവരെ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണ്. അതായത് 2a ഏരിയ എന്താണോ ഇവിടെ കിട്ടിയത് അതിനോട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് നിങ്ങളുടെ ഒറിജിനൽ ഏരിയ. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ വരുന്നത് ഏരിയ = അവിടെ കിട്ടിയത് എന്താണോ അതിനോട് 2 മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം അത് പകുതി പോർഷൻ്റെ ഏരിയ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പകുതി പോർഷൻ്റെ ഏരിയ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഴുതേണ്ട ആൻസർ എന്ന് പറയുമ്പോൾ 75.4 ആണ് കേട്ടോ. ഓക്കെ, ഈ കാര്യം ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എഴുതേണ്ട എലിപ്സിൻ്റെ ഏരിയ ഒക്കെ ചോദിച്ചാൽ ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന് y = എന്ന് പറഞ്ഞ് ഇതിനെ കൺവേർട്ട് ചെയ്യുക. ഇത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് ഡ്രോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഗ്രാഫ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാണേണ്ട ഒരു പോയിന്റ്സ് എന്തായാലും കൃത്യമായിട്ട് കിട്ടും. ഇവിടെ കണ്ടത് നമ്മൾ -6 മുതൽ 6 വരെയാണ്. അത് നമുക്ക് അല്ലെങ്കിലും അറിയാം. x² + y² / 16 ആണെങ്കിൽ മേജർ ആക്സിസിൻ്റെ എൻ പോയിന്റ്സ് a² 36 അല്ലേ. അപ്പോൾ a 6 ആയിരിക്കും. അങ്ങനെയാണ് മേജർ ആക്സിസിൻ്റെ എൻ പോയിന്റ്സ് -6ഉം 6ഉം ആണ്.
അപ്പോൾ -6 മുതൽ 6 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ മാത്രമേ കിട്ടും, ഷെയ്ഡ് ചെയ്തത് അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രം പോരാ, എലിപ്സ് എന്ന് പറയുമ്പോൾ അത് ഫുള്ളായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യണം. സർക്കിളിൻ്റെയും കേസ് ഇതേപോലെ തന്നെ ആട്ടോ വരിക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഹാഫ് പോർഷൻ മാത്രമേ കിട്ടും, ഒരു × 2 ചെയ്യുക. അതെന്തുകൊണ്ട് × 2 ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മ വേണം. നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ 0 മുതൽ 6 വരെയാണ് എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 0 മുതൽ 6 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് മാറ്റി കാണിച്ചു തരാം, അതും കൺഫ്യൂഷൻ വരരുത്. 0 മുതൽ 6 വരെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ -6 മാറ്റിയിട്ട് 0 മുതൽ 6 വരെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ 18.85 കിട്ടുക. ഇപ്പം ഇതാണ് നിങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങൾ × 4 ചെയ്യണം. കാരണം ഇവിടെയുള്ള വരുന്ന ഭാഗം തന്നെ ഇവിടെയും വരും, ഇവിടെയും വരും, ഇവിടെയും വരും. എന്നിട്ട് നിങ്ങൾ × 4 ചെയ്താൽ മതി. പക്ഷേ ഹാഫ് പോർഷൻ ആണ് കിട്ടുന്നതെങ്കിൽ × 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഡിയകൾ മനസ്സിലാക്കി വെക്കുക. കൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് ഉണ്ടാവണം കേട്ടോ. കുറച്ചൊക്കെ ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് കൺസെപ്റ്റുള്ള ഐഡിയകളും വേണം. ആൻഡ് നിങ്ങളോട് എക്സാമിനർ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഏരിയ അണ്ടർ ദി കർവിൻ്റെ ഇക്വേഷൻ എന്ത്, നമ്മൾ എവിടെ മുതൽ എവിടെ വരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നിങ്ങൾ എക്സ് ആക്സിൽ ലിമിറ്റ് എടുക്കുമ്പോൾ ഫംഗ്ഷൻ എക്സിൻ്റെ ടേം തന്നെ ആകണ്ടേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചേക്കാം. ഇപ്പോൾ x² + y² = 6 എന്ന് പറയുന്ന ഒരു സർക്കിളിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്, അപ്പോൾ നിങ്ങൾ y = എന്ന് പറഞ്ഞ് എഴുതണം, എന്നിട്ട് എക്സിലെ പോയിന്റ്സ് എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസും വളരെ സിമ്പിളാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ച് എഴുതുക. ഓക്കെ, ബൈ.